വെൽക്കം ബാക്ക് ടു രീരീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇനി ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ്. ഗ്രീൻ ചിക്കനാണ് ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് നോക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അതിൻ്റെ കൂടെയുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്, സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടായി ചൂടായിട്ടുണ്ട്, ഞാനിതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സവാള അരിഞ്ഞതെല്ലാം ചേർത്ത് കൊടുക്കാം. എണ്ണ ഇവിടെ നല്ലോണം ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. നമുക്ക് നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണണം. അതേപോലെ നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറേ നാളത്തേക്ക് അത് കേടുകൂടാതെയൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ സ്നാക്സ് ഉണ്ടാക്കുമ്പോഴൊക്കെ പെട്ടെന്ന് പോയി പേസ്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യം വരില്ല, നേരത്തെ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം പട്ട, ചെറിയൊരു കഷ്ണം പട്ടയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഒരു 3 ഏലക്ക, 2 ഗ്രാമ്പു, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ 2 ചുവന്ന മുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ലോണം ഒന്ന് ഇളക്കി വെച്ചിട്ട് സവാള എല്ലാം വഴന്ന് വരുന്നുണ്ട്. നമുക്ക് ഈ സമയം നമുക്കിതിന് വേണ്ട ഗ്രീൻ മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഏത് ജാർ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്, ചെറിയ ജാർ എടുത്താലും കുഴപ്പമില്ല. ഞാൻ അതിലേക്ക് ഒരു പിടി അളവിൽ മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒരു പിടി അളവിൽ പുതിനയിലയും കൂടെ മിൻറ്റ് ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുകയാണ്. തൈര് ചേർത്തില്ലെങ്കിൽ നമുക്ക് നാരങ്ങ നീരായാലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് നമുക്ക് മാറ്റിയെടുക്കാം. മുളക് പൊടി ചേർക്കുന്നുണ്ടെങ്കിലും അതൊരു അര ടീസ്പൂൺ അളവിലേ നമ്മൾ മുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് പച്ചമുളകാണ് ഏറ്റവും എരിവിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എരിവ് അനുസരിച്ച് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് നമുക്ക് കൂട്ടിയും കുറച്ചും വയ്ക്കാം. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഈ സമയം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ പിന്നീടായാലും കുഴപ്പമില്ല. ഇപ്പോൾ അരച്ചെടുക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഞാനിത് അരച്ചെടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തത്. ഇതിന് ശേഷം നമുക്ക് ഈ മസാല നമ്മൾ ചിക്കനിലേക്ക് ഇടുമ്പോഴാണ് നമുക്ക് വേണമെങ്കിൽ ഒരാവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കാശ്മീരി അല്ല, എരിവുള്ള മുളക് പൊടിയാണ്. നമുക്ക് ഒരുപാട് കളറ് മാറിപ്പോകരുത്, ഗ്രീൻ കളർ തന്നെ കിട്ടണം. ഇത് ഞാൻ എരിവിന് വേണ്ടി ഒരല്പം മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുപോലെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ്, ഒരു പിഞ്ച് അളവിൽ മാത്രമേ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ആ ഗ്രാമ്പൂവിൻ്റെയും പട്ടയുടെയൊക്കെ ആ ഒരു സ്മെല്ല്, നല്ല സ്മെല്ല് വരുന്നുണ്ട് ഈ സമയം തന്നെ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന 500 ഗ്രാം ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചിക്കൻ ഈ എണ്ണയിൽ തന്നെ, ഈ സവാളയിലൊക്കെ ഇരുന്ന് തന്നെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം. നല്ലപോലെ ഫ്രൈ ആവണ്ട, എന്നാലൊരു സ്ലൈറ്റ് ഫ്രൈ ആയിട്ട് കിട്ടണം.
നമുക്കതുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ നമുക്ക് ഇങ്ങനെ ഫ്രൈ ആയിട്ട് കിട്ടണം. ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അല്പം നേരം കൂടെ ഇത് ഫ്രൈ ആയിട്ട് ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ട് ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഒഴിച്ചു കൊടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ ഈ മസാലയിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം. നല്ലോണം ഒന്ന് കുക്കാവണം. നമുക്കത് വരെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരല്പം നേരം നമുക്ക് അടച്ചു വെച്ചിരിക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് ഇത് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇതേപോലെ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരല്പം നേരം കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ചിക്കൻ വെന്തിട്ടുണ്ടാവും, നമുക്ക് നോക്കാം. നല്ലോണം വെന്ത് വരുന്നുണ്ട് ചിക്കൻ. നമുക്ക് ഈ രീതിയിൽ എടുത്താൽ മതിയാകും. ഒരുപാട് ഗ്രേവി ആയിട്ട് വേണ്ട, എന്നാൽ ചെറിയ ഗ്രേവി രീതിയിൽ. ഒരുപാട് ചാറായിട്ട് വേണ്ട, എന്നാൽ ചെറിയ തിക്കായിട്ടുള്ളൊരു ഗ്രേവി ഈ രീതിയിൽ നമുക്ക് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ നോക്കണം. നമ്മൾ മസാല അരയ്ക്കാൻ നേരത്ത് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. എനിക്കത് കറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഉപ്പിൻ്റെ അളവ് നിങ്ങൾ നോക്കിയിട്ട് ഒന്നിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എരിവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം, ചെറുജീരകത്തിൻ്റെ പൊടി, ക്യുമിൻ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ ഇവിടെ ഫ്ലെയിം കുറച്ച് വെച്ചേക്കാണ്. തീ കുറച്ച് വെച്ചിട്ടാണ് ഞാനിത് ആഡ് ചെയ്തത്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ, ഇത് ഓപ്ഷണലാണ്, 1/4 ടീസ്പൂൺ അളവിൽ അയമോദകം എടുത്തേക്കാണ്. അയമോദകം ഞാൻ കൈയും കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഞെരടിയിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ അയമോദകം ചേർക്കുമ്പം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കൈയും കൊണ്ട് ഞെരടിയിട്ട് ഒന്ന് നമ്മൾ തൂവി കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുത്ത് ഇതേപോലെ ഈ രീതിയിലായിരിക്കും നമ്മുടെ ചിക്കൻ ഇരിക്കുക. ഇത് റൊട്ടിയുടെ ഒപ്പവും നാനിൻ്റെ ഒപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. റൈസിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്നതാണ്. വൈറ്റ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും ഇത്. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ഗ്രീൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ഇത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു അടിപൊളി റെസിപ്പിയായി വരുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.